ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ 5ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ 5ാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞു തുടങ്ങി. രാവിലെ എണീറ്റു, നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മളിപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ കുറച്ചാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൈഡ് വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിടക്കുന്നതായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഒരു ഉഷാറായത്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് ഉഷാറായി. അപ്പോൾ നാളെ നമ്മൾ നാത്തൂനെയും അളിയനെയും അവരുടെ ഉമ്മാനെയും ഒക്കെ നോമ്പ് തുറക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ ഉമ്മ തക്കാളിയും സവാളയും പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇസ്മക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണപ്പലഹാരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണില്ല. കാരണം ഇന്നലെ നമുക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിച്ചു ഫ്രൂട്ട്സും ജ്യൂസും മാത്രം ആക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഓട്ടപ്പം ഉണ്ടാക്കാം. പിന്നെ അതുപോലെ കോഴിമുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ കോഴിമുട്ട അടിപൊളിയൊരു തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയല്ലേ കറി വെച്ചത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റൊന്നും ആസ്വദിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോഴിമുട്ടയ്ക്കുള്ള സവാളയൊക്കെ ചോപ്പറിലാണ് അരിഞ്ഞത്. അപ്പോൾ ഉമ്മ പറഞ്ഞു ചോപ്പറിൽ അരിഞ്ഞാൽ ഒന്നും കൂടി സുഖമായിട്ട് വഴറ്റാനും വേഗം വഴണ്ട് കിട്ടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയൊക്കെ ചോപ്പറിൽ എടുത്തിട്ട് അരിഞ്ഞു. പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോപ്പറിൽ അരിയാനാണ് കേട്ടോ സുഖം. നല്ല കുഞ്ഞേതായിട്ട് കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ വാഴപ്പിണ്ടില്ലേ, മറ്റേ ഈ വാഴയുടെ ഒക്കെ കന്ന് അങ്ങനെന്തോ പറയും, ഇതുപോലെ ഈ നൂലെടുത്തിട്ട് അരിയണത്, ഇങ്ങനെ അരിയുമ്പോൾ നൂല് വരുന്ന സംഭവമില്ലേ, അത് ഇതിൽ അരിയാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം അത് അരിയാൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ മടിയായിരിക്കുമല്ലോ, കാരണം അതിൻ്റെ നൂലിങ്ങനെ വരുന്നത് കൊണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ ചോപ്പറിൽ അത് 4-5 കഷ്ണമാക്കിയിട്ട്, അപ്പോൾ നല്ല ഇതിൽ കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളായിട്ട് വന്ന് അതിൻ്റെ നൂല് ആ ചോപ്പറിൻ്റെ കട്ട് ചെയ്യുന്ന സംഭവമല്ലേ അതിൻ്റെ ഉള്ളിലത്തത്, അതുമ്പോൾ നൂലാണ്ട് ചുറ്റിയിട്ട്, അപ്പോൾ നമുക്ക് സുഖമായിട്ട് നൂല് കൊടുക്കുക. നമുക്ക് നല്ല ഇതിൽ നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞ് കിട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് പൊതുവെ അരിയാൻ മടിയുള്ളൊരു സംഭവമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ നമുക്ക് ഓട്ടപ്പം പാലും മുട്ടക്കറിയാണ്. അപ്പോൾ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയായിട്ട്. അപ്പോൾ കറണ്ട് എപ്പോഴാണ് പോകാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറണ്ടിൻ്റെ പണികളൊക്കെ നമ്മൾ വേഗം കഴിച്ച് വെക്കും കേട്ടോ. പിന്നെ ജ്യൂസ് പിന്നെ നമ്മൾ ഇത്രയും നേരത്തെ അടിച്ച് വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാം. പിന്നെ അപ്പത്തിന് നമ്മൾക്ക് മുട്ടക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിയും കാര്യങ്ങളും ഒക്കെ ചെയ്തും വെക്കാം കേട്ടോ. ഓട്ടപ്പത്തിന് പല സ്ഥലത്തും പല പേരാട്ടോ പറയുക. ചിലർ മുട്ടയപ്പം എന്ന് പറയും, പിന്നെ ഉമ്മ പറയുന്നുണ്ട് ചിലർ ഓട്ടട എന്ന് പറയൂത്രേ. പിന്നെ അതുപോലെ ഇവിടെ ഉമ്മ മറ്റേ നമ്മുടെ ഓട്ടപ്പം ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട ഒന്നും ചേർക്കില്ല കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉമ്മ ഓട്ടപ്പം ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട ചേർക്കും. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ്, ശരിക്കും നമ്മുടെ ഓട്ടപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ. അപ്പോൾ ഉമ്മ പറഞ്ഞു കോഴിമുട്ട ചേർക്കുന്ന ചട്ടിയിൽ നിന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടുത്തെ അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതും ചട്ടിയിൽ നിന്നൊക്കെ വേഗം കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഓട്ടപ്പത്തിന് എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പലരും പല പേരുകളാണല്ലോ. അപ്പോൾ ഞങ്ങൾ എറണാകുളം താമസിച്ചിരുന്ന സമയത്ത് നമ്മുടെ പുതിയാപ്ലക്കോര എന്നിട്ടുള്ള മീനില്ലേ, കുറച്ചിങ്ങനെ നല്ല കാണാൻ ഭംഗിയുള്ള മീൻ, ഒരു റോസ് കളറൊക്കെ ഉള്ള ആ മീനിന് കിളിമീൻ എന്നാട്ടോ പറയുക. ഞങ്ങളവിടെയൊക്കെ പറയുക പുതിയാപ്ലക്കോര എന്നാണ്. ഇവിടെ ഷേംകാട് വീടിൻ്റെ അവിടെ പറയുക പുതിയാപ്ലക്കുട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ പലതിനും പല പേരാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ വെറൈറ്റി പേരുകളൊക്കെ കേൾക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പാലൊക്കെ എടുത്തു. അപ്പോൾ എന്നോട് അപ്പടി ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ തായോ എന്ന്. ചോദ്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓട്ടപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത ആൾ കഴിക്കുമായിരിക്കും എന്ന്. അങ്ങനത്തെ ചോദ്യം കണ്ടോ ചോദിച്ചിരുന്നു. ഉമ്മ ഞം ഞം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളവിടെ നിന്നിരുന്നുണ്ട്. അപ്പോൾ ഓട്ടപ്പം ആയിണ്ട് പറഞ്ഞു ഉമ്മ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഓട്ടപ്പം എടുത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് കുതിർത്തിയിട്ട് അവൾക്ക് ഇങ്ങനെ വാരി കൊടുത്തു കേട്ടോ. പറച്ചലിൻ്റെ ഗംഭീര കഴിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 3 വായ കൊണ്ട് കഴിച്ചു. 4ാം വായ കൊടുത്തപ്പോൾ ആൾ തുപ്പി കളഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പം ഞാനത് അവിടെ കൊണ്ടുപോയി മൂടി വെച്ചു. അപ്പോൾ ഉമ്മ ഓട്ടപ്പം അടുപ്പത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
ഓട്ടപ്പം ഉണ്ടാക്കുമ്പോൾ തീ കൂടിയാലും പ്രശ്നമാണ്, തീ കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. ഒരു മീഡിയം തീയിൽ വേണം ഓട്ടപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുക. അപ്പോൾ കോഴിമുട്ട കറിയിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ മുട്ടക്കറിയിൽ നമ്മൾ 2 സ്പൂണ് തേങ്ങ വറുത്തരച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്ന കറിയാകുമ്പോൾ അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു സവാളൊക്കെ മതി നമുക്ക് കറി വെക്കാനായിട്ട്. അങ്ങനെ ഏകദേശം 6 മണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ അരിയാൻ വേണ്ടി എടുത്തു. അപ്പം നമുക്ക് പലഹാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ആ ഒരു മക്രോണി കഴിച്ചതുകൊണ്ട്, മൈദ ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും ബുദ്ധിമുട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആപ്പിൾ എടുത്തു. ഒരു ആപ്പിൾ എടുക്കുള്ളൂ, ഞാനും ഉമ്മയും മാത്രമാണല്ലോ. ഒരു ആപ്പിൾ തന്നെ കറക്റ്റാണ്. പിന്നെ നമുക്ക് ചക്കരമത്തയുണ്ട്, പിന്നെ പച്ചമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം മധുരമുള്ള പച്ചമുന്തിരി ആയിരുന്നു. ഇന്നലെ ഉപ്പയും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് പച്ചമുന്തിരിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇത്രയും ദിവസം ചക്കരമത്തയും മുന്തിരിയും ഒക്കെയുള്ള ജ്യൂസൊക്കെ അടിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഓറഞ്ച് അടിക്കാം. അപ്പോൾ ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അടിക്കാൻ പറ്റില്ല, കാരണം അത് കുരു കഴിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അപ്പം അടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞിട്ട് ഞാൻ പാത്രത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 6 മണിക്ക് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നാളെ ഈ നേരത്തൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവർ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാത്തൂനും അളിയനും മക്കളും ഉമ്മയും എല്ലാവരും ഉണ്ടായിരിക്കും. ഷൈമയ്ക്കും ഷാലും ഒന്നും നാട്ടിലില്ല, അവരൊക്കെ പോയി. പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അവരൊന്നും വരാത്തത്. ഷൈമുക്കാക്കാണെങ്കിലും പെട്ടെന്ന് വരാൻ പറ്റില്ല. ശനിയും ഞായറൊക്കെ ലീവാണ്, പക്ഷെ പെട്ടെന്നായതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റില്ല. സാലു ആണെങ്കിലും ഇപ്പോൾ വന്നു പോയുള്ളൂ. ഇപ്പോൾ മസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാലു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ശരിയായൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവനും പോയി. അതുകൊണ്ട് വേറെ ആരും ഇല്ല കേട്ടോ, ഞാനും ഉമ്മയും തന്നെ ഉള്ളൂ. പിന്നെ അളിയനക്കാണെങ്കിൽ ലീവില്ല, അളിയന് 20-ാം തീയതി പോകും. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ നേരത്തൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, മക്കളും എല്ലാവരുമായിട്ട്. അപ്പോൾ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പക്ഷെ വയറിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുന്തിരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല പച്ചമുന്തിരി ആയിരുന്നു കേട്ടോ. ചില മുന്തിരി ഭയങ്കര പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇത് പുളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം പഴുപ്പുള്ള നല്ല മധുരമുള്ള പച്ചമുന്തിരി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുക്കണം. അത് അത്ര പെട്ടെന്ന് നമുക്ക് നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ചാൽ നമുക്ക് നമ്മുടെ കുരുവിൻ്റെ കയ്പ്പ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് അടിക്കാച്ചിട്ടാണ് ലാസ്റ്റിലേക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. നമ്മൾ നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓറഞ്ച് ജ്യൂസും ചക്കരമത്തിയും
പിന്നെ ആപ്പിളും മുന്തിരിയൊക്കെ കൂട്ടി നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ഓട്ടയപ്പവും തേങ്ങാപ്പാലും മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ മാത്രമാണ് നമ്മുടെ പതിവൊന്ന് തെറ്റിയത്. ഇന്ന് നമ്മൾക്ക് അൽഹംദുലില്ലാ വയറിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളധികം മെഴുക്കും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓട്ടപ്പവും പാലും മുട്ടക്കറിയും കേട്ടോ. നമുക്ക് ഇപ്പോഴും കഴിക്കാൻ തോന്നുക. ഞങ്ങൾ കുറച്ചേനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരും മാത്രമാണല്ലോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ അടുത്ത നോമ്പിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.